കമ്പാരിസൺ ഓഫ് ഡെസിമൽസിൽ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എങ്ങനെ എഴുതണ്ടേന്ന് പഠിച്ചു. നെക്സ്റ്റ് ഡിസെൻഡിങ് ഓർഡറിന്റെ ഒരു 2 ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് അതവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അസെൻഡിങ് ഓർഡറിൽ എഴുതുന്ന പോലെ തന്നെ ഡിസെൻഡിങ് ഓർഡർ എഴുതുന്നേ. നമ്മൾ ആദ്യം എന്ത് കമ്പയർ ചെയ്യും? ഹോൾ നമ്പർ പാർട്ട് കമ്പയർ ചെയ്യും. അതിൽ ഏറ്റവും വലുത് ഏതാന്ന് നോക്കും, അതായിരിക്കും വലിയ ഡെസിമൽ നമ്പർ. ഇനി ഹോൾ നമ്പർ സെയിം ആണെങ്കിൽ ഡെസിമൽ പാർട്ടിൽ ടെൻസിന്റെ പ്ലേസിൽ വരുന്നത് ഏതാന്ന് നോക്കുക, ഏത് ഡിജിറ്റ് ആണെന്ന് നോക്കുക. ആ ഡിജിറ്റിൽ ഏതാണോ വലുത് അതായിരിക്കും വലിയ നമ്പർ. എക്സാമ്പിൾ എക്സൈസ് 7.3 പേജ് നമ്പർ 135. Page number 135. Question C. Question C ഏതായിരുന്നു question? $726.001 726.001 26.01 6.010 26.1 72.101. ഇത്രയും നമ്പേഴ്സ് ആണ് നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനുള്ളത്. ആദ്യം എന്ത് ചെയ്യണം? ഏറ്റവും വലിയ നമ്പർ ഏതാന്ന് നോക്കുക. ഹോൾ നമ്പർ പാർട്ടിൽ ഏറ്റവും വലുതായിട്ട് വരുന്നത് ഏതാ? 726. അപ്പൊ അതായിരിക്കും ഏറ്റവും വലിയ നമ്പർ. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ വലുതെന്ന് ചെറുതിലേക്കല്ലേ. 726.001 ആണ് ഏറ്റവും വലിയ നമ്പർ. Greater than. അടുത്തത് ഏതാ വരുന്നത്? 26, 6, 26, 72. അതിൽ 72 അല്ലേ ഏറ്റവും വലുത്. അപ്പൊ 72.101 ആയിരിക്കും അടുത്ത നമ്പർ. 72.101. പിന്നെ വരുന്നത് 2 26. 26.01 26.1. അതിൽ ഹോൾ നമ്പർ പാർട്ട് രണ്ടും 26 ആയതുകൊണ്ട് ഡെസിമൽ പാർട്ടിലെ ടെൻസിന്റെ പ്ലേസിൽ ഏതാ വരുന്നതെന്ന് നോക്കാം. 26.01 ടെൻസിന്റെ പ്ലേസിൽ 0 ആണ്. 26.1 ടെൻസിന്റെ പ്ലേസിൽ 1 ആണ് വരുന്നത്. അപ്പോ ടെൻസിന്റെ പ്ലേസിൽ 1 വരുന്ന 26.1 ആയിരിക്കും അടുത്ത നമ്പർ. അത് കഴിഞ്ഞിട്ട് വരുന്നത് 26.01. 26.01. ഏറ്റവും ലാസ്റ്റ് വരുന്നത് 6.010. 6.010. ഇതൊന്ന് പെട്ടെന്ന് ആ ടെക്സ്റ്റിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ച് ഈ ആൻസർ. $726.001 72.101 greater than 26.1 greater than 26.01 greater than 6.010. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 0.032. 0.0032. 0.3200. 0.0302. 0.0023.
ഇതെങ്ങനെയാണ് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുന്നതിൽ ഏറ്റവും വലിയ നമ്പർ ഏതായിരിക്കും? ഏറ്റവും വലുത് ഏതായിരിക്കും? ടെൻസിന്റെ പ്ലേസിൽ വലിയ ഡിജിറ്റ് വരുന്നതായിരിക്കും ഏറ്റവും വലുത്. ഇവിടെ ടെൻസിന്റെ പ്ലേസിൽ ഫസ്റ്റ് നമ്പറിൽ 0, സെക്കൻഡ് നമ്പറിൽ 0, തേർഡ് നമ്പറിൽ 3, ഫോർത്തിൽ 0, ലാസ്റ്റ് വണ്ണിൽ 0. അപ്പൊ ടെൻസിന്റെ പ്ലേസിൽ 3 വരുന്ന 0.3200 ആയിരിക്കും ഏറ്റവും വലുത്. 0.3200 ഗ്രേറ്റർ ദാൻ. അത് കഴിഞ്ഞിട്ട് വരുന്നത് ടെൻസിന്റെ പ്ലേസ് കഴിഞ്ഞു. ഇനി ടെൻസിന്റെ പ്ലേസിൽ വേറെ ഡിജിറ്റ് വരുന്നില്ലല്ലോ. ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ നോക്കിയേ. ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 0.03, 0.00, 0.32, 0.03, 0.00. 0.03 ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 3 വരുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ട്. 0.032 0.0302. അതിൽ രണ്ടും സെയിം ആയതുകൊണ്ട് തൊട്ടടുത്ത് വരുന്ന ഡിജിറ്റ് നോക്കാം. 0.032, 0.030. അപ്പൊ ഹൺഡ്രഡ്സിന്റെ പ്ലേസില് 3 വരുന്നതില് തൊട്ടടുത്ത് വരുന്നത് 0.032. അതായിരിക്കും വലിയ നമ്പർ. 0.032. അത് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും 0.0302. ഇനി പിന്നെ വരുന്നത് ഹൺഡ്രഡ്സിന്റെ പ്ലേസില് ഇല്ല. ലാസ്റ്റ് വരുന്ന നമ്പർ 0.0032, 0.0023. തൗസൻഡ്സിന്റെ പ്ലേസിൽ 3 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. അതിൽ 3 വരുന്നതായിരിക്കും വലിയ നമ്പർ. 0.0032. ഏറ്റവും ചെറിയ നമ്പർ 0.0023. ഈ ആൻസറും കൂടി ഒന്ന് എഴുതി വെച്ചു പെട്ടെന്ന്. കഴിഞ്ഞോ? കഴിഞ്ഞോ? നെക്സ്റ്റ്, റൗണ്ടിങ് ഓഫ് ഡെസിമൽസ്. റൗണ്ടിങ് ഓഫ് നമ്മൾ നേരത്തെ മുന്നേ പഠിച്ചതാണ്. റൗണ്ടിങ് ഓഫ് അല്ലേ? റൗണ്ടിങ് ഓഫ് മുന്നേ പഠിച്ചിട്ടുണ്ട്. ഹോൾ നമ്പറിന്റെ റൗണ്ടിങ് ഓഫ് ഇത് എഴുതി കഴിഞ്ഞില്ലേ? Okay. The procedure we use to round off whole numbers can be used to round off decimals also. Whole numbers round off ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ റൂൾസ് തന്നെ നമുക്ക് decimals round off ചെയ്യാനും ഉപയോഗിക്കാം. Okay. അപ്പൊ അതിലെ എക്സാമ്പിൾ 1 ഒന്ന് നോക്കിയേ. പേജ് നമ്പർ 135. Example 1. Round off the following decimal to the nearest ones. Nearest ones. Place നോക്കുക. Nearest ones. Ones എന്ന് പറയുമ്പോൾ whole number പാർട്ടിൽ വരുന്നതാണ് അല്ലെ? Ones എന്ന് പറയുമ്പോൾ whole number പാർട്ടിൽ വരുന്ന പ്ലേസ് ആണ് ones. കാരണം ഡെസിമൽ പാർട്ടിൽ വൺസ് എന്ന് പറയുന്ന പ്ലേസ് വരുന്നില്ല. ഡെസിമൽ പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ടെൻസ് എന്നുള്ള പ്ലേസ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ റൗണ്ട് ഓഫ് ദ ഫോളോയിങ് ഡെസിമൽസ് ടു ദി നിയറസ്റ്റ് വൺസ് എന്ന് പറയുമ്പോ ഫസ്റ്റ് എക്സാമ്പിൾ, ഫസ്റ്റ് നമ്പർ ഒന്ന് നോക്കിയേ.
3.2. 3.2. നമുക്ക് ഇതാണ് വൺസിന്റെ പ്ലേസ് അല്ലെ. നിയറസ്റ്റ് വൺസിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഡെസിമൽ പോയിന്റ് കൺസിഡർ ചെയ്യാതെ നെക്സ്റ്റ് ഡിജിറ്റ് ഏതാന്ന് നോക്കാം. ഡെസിമൽ പോയിന്റ് കൺസിഡർ ചെയ്യാതെ നെക്സ്റ്റ് ഡിജിറ്റ് 2 ആണ്. 2 ലെസ് ദാൻ 5 ആണ് അല്ലേ. 2 ലെസ് ദാൻ 5 ആണ്. അതുകൊണ്ട് ആ 2 അങ്ങ് ഒഴിവാക്കിയിട്ട് അവിടെ നമ്മൾ പോയിന്റ് 0 എന്ന് എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ 3 മാത്രം ആക്കിയിട്ട് അങ്ങ് എഴുതും. ഡെസിമൽ പോയിന്റ് ഡെസിമൽ പാർട്ട് അങ്ങ് ഒഴിവാക്കിയിട്ട് 3 മാത്രം ആക്കിയിട്ട് എഴുതും. പോയിന്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ പാർട്ടിൽ വരുന്ന ടെൻത്തിന്റെ പ്ലേസിൽ വരുന്ന ഡിജിറ്റ് 2 ലെസ് ദാൻ 5 ആയതുകൊണ്ട് എന്താക്കാം? നമുക്ക് ആ ഡെസിമൽ പാർട്ട് അങ്ങ് ഒഴിവാക്കിയിട്ട് ഹോൾ നമ്പർ പാർട്ട് മാത്രമായിട്ട് എഴുതാം. That is 3.2 is approximately equal to 3. 3.2 is approximately equal to 3. എന്തുകൊണ്ടാ? ടെൻത്തിന്റെ പ്ലേസിൽ വരുന്ന ഡിജിറ്റ് 5-നേക്കാളും ചെറുതായതുകൊണ്ട്. ഇനി അടുത്തത് 4.8. 4.8. ഇവിടെ 4-നെയാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണ്ടേ. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഡെസിമൽ പാർട്ടിൽ വരുന്ന 8 ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? 4.8 can be approximately equal to 5 എന്ന് എഴുതാം. അതായത് 4-ന്റെ തൊട്ടടുത്തുള്ള ഡിജിറ്റിലേക്ക് നമുക്ക് മാറ്റി എഴുതാം. ഡെസിമൽ പാർട്ടിൽ ടെൻത്തിന്റെ പ്ലേസിൽ വരുന്നത് 5-നേക്കാളും വലിയ ഡിജിറ്റ് ആണെങ്കിൽ വൺസിന്റെ പ്ലേസിൽ നമുക്ക് തൊട്ടടുത്ത ഡിജിറ്റ് ആക്കിയിട്ട് റൗണ്ട് ഓഫ് ചെയ്യാം. ഓക്കെ. 4.8-ൽ 4.8-ൽ ഡെസിമൽ പാർട്ടിൽ ടെൻത്തിന്റെ പ്ലേസിൽ 8 ആണ് വരുന്നത്. അത് 5-നേക്കാളും വലുതാണ്. 5-നേക്കാളും വലിയ ഡിജിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഹോൾ നമ്പർ പാർട്ടിൽ വരുന്ന 4-നെ തൊട്ടടുത്ത നമ്പർ ആയ 5-ലേക്ക് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതാം. That is 4.8 is approximately equal to 5. Then 4.8 is rounded off to 5. Then next one 17.52. 17.52. 17.52. ഈ 17.52-ൽ നമുക്ക് നിയറസ്റ്റ് വൺസിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് ടെൻത്തിന്റെ പ്ലേസിലും ഹൺഡ്രഡ്സിന്റെ പ്ലേസിലും ഡിജിറ്റ് ഉണ്ട് അല്ലെ. അതിൽ ടെൻസിന്റെ പ്ലേസിൽ വരുന്നത് 5 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? തൊട്ടടുത്ത ഡെസിമൽ പാർട്ടിൽ 0 എന്ന് എഴുതിക്കൊണ്ട് വൺസിനെ തൊട്ടടുത്ത പ്ലേസിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. തൊട്ടടുത്ത ഡിജിറ്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. 17.52 എന്നത് നമുക്ക് 18.00 അല്ലെങ്കിൽ 18 എന്ന് റൗണ്ട് ഓഫ് ചെയ്യാം. ടെൻസിന്റെ പ്ലേസിൽ 5 ആണെങ്കിൽ വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് ഒന്ന് കൂട്ടി എഴുതിയാൽ മതി. 5-ൽ കൂടുതലാണെങ്കിലും അതേപോലെ ഒന്ന് കൂട്ടി എഴുതാം. 5-ൽ കുറവാണെങ്കിൽ വൺസിന്റെ പ്ലേസിൽ സെയിം നമ്പർ തന്നെ എഴുതാം. ഓക്കെ.
പേജ് നമ്പർ 136 exercise 7.4. Other round off the following decimal to the nearest ones എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിയറസ്റ്റ് വൺസ് 9.6. 9.6നെ നമുക്ക് എന്ത് ചെയ്യാം? ഡെസിമൽ പാർട്ടിൽ 0.6 ആയതുകൊണ്ട്, അതായത് 6 എന്നുള്ള ഡിജിറ്റ് ആയതുകൊണ്ട്, 5നേക്കാളും വലുതായതുകൊണ്ട് 9നെ നമുക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് 10 എന്ന് എഴുതാം. 9.6നെ approximately equal to 10. Equals അല്ല, approximately equal to 10. Then 56.95. 56.95. ഇത് ടെക്സ്റ്റിൽ തന്നെ ഇതിന്റെ ആൻസർ നിങ്ങൾ എഴുതി വെച്ചോ. 56.95. നെ 10ന്റെ പ്ലേസിൽ 9 ആയതുകൊണ്ട് 56നെ നമുക്ക് 57 എന്ന് എഴുതാം. വൺസിലേക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 57 എന്ന് എഴുതാം. നെക്സ്റ്റ് അതുപോലെ 362.935 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, ഇവിടെ 10ന്റെ പ്ലേസിൽ 9 ആയതുകൊണ്ട്, ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട് വൺസിന്റെ പ്ലേസിൽ ഒരു നമ്പർ ആഡ് ചെയ്തിട്ട് +1 ഇട്ടിട്ട് നമുക്ക് എഴുതാം. അതായത് 363 എന്ന് എഴുതാം. ഒന്നുകൂടി പറയാം. ലാസ്റ്റ് ഫോർത്ത് വൺ 44.015. ഇവിടെ ടെൻസിന്റെ പ്ലേസിൽ 0 ആണ് വരുന്നത്, ലെസ് ദാൻ 5 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? 44 മാത്രം എഴുതിയാൽ മതി. ഡെസിമൽ പാർട്ട് ഒഴിവാക്കിയിട്ട് 44 മാത്രം എഴുതിയാൽ മതി. ഓക്കെ, മനസ്സിലായോ? ബാക്കിയുള്ളത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് എഴുതിയാൽ മതി. നെക്സ്റ്റ് അതുപോലെ എക്സാമ്പിൾ 2. റൗണ്ട് ഓഫ് ദി ഫോളോയിങ് ഡെസിമൽ ടു ദി നിയറസ്റ്റ് 10th. നിയറസ്റ്റ് 10th പേജ് നമ്പർ 135 എക്സാമ്പിൾ 2. Round off the nearest, round off the decimal to the nearest 10th. 6.54. 6.54. നിയറസ്റ്റ് 10th റൗണ്ട് ഓഫ് ചെയ്യാന്ന് വെച്ചാൽ ഡെസിമൽ പാർട്ട് അവിടെ ഉണ്ടായിരിക്കണം. ഹൺഡ്രഡ്സിന്റെ പ്ലേസ് ആണ് നമ്മൾ ഒഴിവാക്കിയിട്ട് നിയറസ്റ്റ് 10th റൗണ്ട് ഓഫ് ചെയ്യുന്നത്. ഇവിടെ ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 4 ആയതുകൊണ്ട് ആ 4ന് പകരം നമ്മൾ 0 എഴുതുന്നു. അപ്പോ 6.54 എന്നത് നമുക്ക് 6.5 എന്ന് എഴുതാം. 50 6.5. ആ 4 അങ്ങ് ഒഴിവാക്കുക. നെക്സ്റ്റ് നമ്പർ 26.372. 26.372. ഇതിനെ നമ്മൾ എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യും? നിയറസ്റ്റ് 10th റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 100th പ്ലേസിൽ ഏതാ വരുന്നത് നോക്കാം. 100th പ്ലേസിൽ 7 ആണ് വരുന്നത്. 7 വരുന്നത് കൊണ്ട് 10th പ്ലേസിലെ ഡിജിറ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട്, ഇവിടെ ബാക്കി 100th പ്ലേസ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. 10th പ്ലേസിലുള്ള ഡിജിറ്റിൽ ഒന്ന് ആഡ് ചെയ്തുകൊണ്ട് എഴുതാം.
26.4. Okay. Exercise 7.4 ile രണ്ടാമത്തെ question. Round off the following decimal to the nearest 10th. First question 3.27. 3.27. ഇവിടെ ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 7 ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ടെൻത്തിന്റെ പ്ലേസിലുള്ള ഡിജിറ്റിൽ ഒന്ന് ആഡ് ചെയ്ത് എഴുതാം. 3.3. രണ്ടാമത്തത് 832.94. 832.94. ഇവിടെ ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 4 ആണ്. അത് 5നേക്കാളും ചെറുതായതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കിയിട്ട് 832.9 എന്ന് എഴുതിയാൽ മതി. 832.9. Next, third one 1.06. 1.06ൽ ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 6 ആണുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ടെൻത്തിന്റെ പ്ലേസിൽ 1 ആഡ് ചെയ്ത് എഴുതാം. 1.1. 0ന് പകരം 1 എഴുതാം. Fourth one 92.59. 92.59ൽ ടെൻത്തിന്റെ പ്ലേസിൽ 9 ആയതുകൊണ്ട് ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 9 ആയതുകൊണ്ട് ടെൻസിന്റെ പ്ലേസിൽ ഒരു ഡിജിറ്റ് ആഡ് ചെയ്തിട്ട് എഴുതാം. That is 92.6. ഇതെല്ലാം എഴുതിയെടുത്തെങ്കിൽ ബാക്കിയുള്ളത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. എഴുതിയെടുത്തില്ലേ? റൗണ്ട് ഓഫ് ചെയ്യാൻ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ പ്രശ്നമൊന്നുമില്ല. ഏതിലേക്കാണോ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്? ഇപ്പൊ 10ലേക്കാണോ റൗണ്ട് ഓഫ് ചെയ്യേണ്ടതെങ്കിൽ ഹൺഡ്രഡ്സിന്റെ പ്ലേസിലുള്ള ഡിജിറ്റിന്റെ ബേസിൽ റൗണ്ട് ഓഫ് ചെയ്യാം. ഹൺഡ്രഡ്സിലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടതെങ്കിൽ തൗസൻഡ്സിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് നോക്കിയിട്ട് റൗണ്ട് ഓഫ് ചെയ്യാം. വൺസിലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടതെങ്കിൽ ടെൻത്തിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് നോക്കിയിട്ട് റൗണ്ട് ഓഫ് ചെയ്യാം. പിന്നെ ഒരു ഡെസിമൽ നമ്പറിൽ ഇപ്പോ 57.123 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പറിൽ റൗണ്ട് ഓഫ് ചെയ്യാൻ പറയുന്നത് ഒന്ന് വൺസിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറയും. ടെൻത്തിലേക്കോ ഹൺഡ്രഡ്സിലേക്കോ പിന്നെ തൗസൻഡ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഡിജിറ്റും കൂടി വേണം. 1 2 3 4 എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്ലേസിന്റെ ബേസിൽ നമുക്ക് ഹൺഡ്രഡ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഹൺഡ്രഡ്സിലേക്കും തൗസൻഡ്സിലേക്കും റൗണ്ട് ഓഫ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരുന്നില്ല, കാരണം നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ആ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അത് പ്രത്യേകിച്ച് പറഞ്ഞു തന്നിട്ട് സമയം കളയണമെന്ന് തോന്നുന്നില്ല. ഇതേപോലെ തന്നെ. എന്താ ജോസി? എനിക്കിത് മനസ്സിലായില്ല സാർ. മനസ്സിലായില്ലേ? ചിലതൊന്നും മനസ്സിലാകുന്നില്ല. റൗണ്ട് ഓഫ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ സാധാരണ നമ്പേഴ്സ് റൗണ്ട് ഓഫ് ചെയ്യുന്നില്ലേ? ഇപ്പോ 532 എന്ന് പറയുന്ന നമ്പർ നിയറസ്റ്റ് ടെൻസിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്നത് വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റിന്റെ ബേസിലാണ് അല്ലെ? 532നെ നമ്മൾ
നിയറസ്റ്റ് ടെൻത്തിലേക്ക് റൗണ്ട് ഓഫ് ചെയ്താൽ 530 എന്ന് കിട്ടും. എങ്ങനെ? 530 എന്ന് കിട്ടും. അതായത് ഇവിടെ 5-നേക്കാളും ചെറിയ നമ്പർ വരുന്നതുകൊണ്ട് 530. ഇനി ഇവിടെ 2-ന് പകരം 7 ആണെങ്കിൽ നിയറസ്റ്റ് ടെൻസിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോ എന്ത് വരും? 531 എന്ന് വരും. നമ്മൾ ഒന്ന് ആഡ് ചെയ്തിട്ട് എഴുതുന്നു. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോ നിയറസ്റ്റ് വൺസിലേക്കും ടെൻത്തിലേക്കും ഹൺഡ്രഡ്ത്തിലേക്കും തൗസൻഡ്സിലേക്കും മാത്രമേ റൗണ്ട് ഓഫ് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. വൺസിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ടെൻത്തിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് റൗണ്ട് ഓഫ് ചെയ്യാം. ഇനി ടെൻത്തിലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടതെങ്കിൽ ഹൺഡ്രഡ്സിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് റൗണ്ട് ഓഫ് ചെയ്യാം. ഹൺഡ്രഡ്സിലേക്കാണെങ്കിൽ തൗസൻഡ്സിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് റൗണ്ട് ഓഫ് ചെയ്യാം. ഓക്കെ, മനസ്സിലാവാത്തവര് ഒന്നുകൂടി യൂട്യൂബില് ഈ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, സാധാരണ റൗണ്ടിങ് ഓഫ് പോലെ തന്നെ വേറെ വ്യത്യാസമൊന്നും വരാനില്ല. Then ഇനി നമുക്ക് പഠിക്കാനുള്ളത് addition of decimal numbers. Addition of decimal numbers. Page number 137. Addition ചെയ്യണമെങ്കിൽ അതിൽ ആദ്യം കൊടുത്തിരിക്കുന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ആഡ് ചെയ്യുമ്പോ ആദ്യം ഡെസിമൽ പാർട്ട് ആഡ് ചെയ്യാം, സാധാരണ പോലെ തന്നെ ആഡ് ചെയ്യുന്നേ. അതിനുശേഷം ഹോൾ നമ്പർ പാർട്ട്. ആ പോയിന്റ് കൺസിഡർ ചെയ്യാതെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ എഴുതുന്ന സമയത്ത്, ആഡ് ചെയ്യാൻ എഴുതുന്ന സമയത്ത് പ്ലേസ് എല്ലാം ഒരേപോലെ എഴുതണം. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കാം. $5.32 plus 11.058. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ, കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ആഡ് ചെയ്യും? ആദ്യം ഹോൾ നമ്പർ പാർട്ടിൽ വലിയ നമ്പർ ഏതാന്ന് നോക്കാം. നമ്മള് കോളമിൽ എഴുതിയിട്ടല്ലേ നമ്മൾ ആഡ് ചെയ്യുന്നേ. ഹോൾ നമ്പർ പാർട്ടിൽ വലിയ നമ്പർ 11, അത് ആദ്യം എഴുതാം. 11.058. പിന്നെ വരുന്നത് പ്ലസ് 5.32 അല്ലെ? അപ്പൊ നമുക്ക് ഈ ഡെസിമൽ പോയിന്റ് സെയിം ലൈനിൽ വരണം, സെയിം കോളത്തിൽ വരണം. പിന്നെ 5.32 എന്ന് പറയുമ്പോൾ 5 വൺസിന്റെ പ്ലേസിലാണ് വരുന്നത്. അപ്പൊ വൺസിന്റെ പ്ലേസിൽ തന്നെ 5 എഴുതാം. അതുപോലെ ടെൻത്തിന്റെ പ്ലേസിൽ 3, ഹൺഡ്രഡ്ത്തിന്റെ പ്ലേസിൽ 2, തൗസൻഡ്സിന്റെ പ്ലേസിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് 0 ഇട്ട് കൊടുക്കാം. 5.058 plus 11.058 plus 5.320. ഇത് നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്ത് തുടങ്ങാം. 8 plus 0 8, 5 plus 2 7, 0 plus 3 3, point 1 plus 5 6, 1, അതുപോലെ തന്നെ എഴുതാം 16.378. 16.378. ഇതേപോലെ വേറെ രണ്ട് നമ്പേഴ്സ് 6.720 plus 3.813. ആഡ് ചെയ്യുന്ന സമയത്ത് 0 plus 3 3, 2 plus 1 3, 7 plus 8 15. നമ്മൾ 5 എഴുതുന്നു, പോയിന്റ് ഇടുന്നു, റിമൈനിങ് വൺസിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്യും.
ടെൻത്തിന്റെ പ്ലേസിൽ റിമൈൻഡർ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരെ വൺസിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്യുന്നു. 1 + 6 7 7 + 3 10 10.533 എന്ന് ആൻസർ എഴുതി. ഓക്കെ, എക്സസൈസ് 7.5 ആഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 12 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. അഡീഷൻ ഈസിയാണ്, ഇതേപോലെ തന്നെ സബ്ട്രാക്ഷനും വരുന്നേ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ആഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഹോംവർക്കിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. ഓക്കെ, ബൈ.